ഇത് നമുക്ക് വേഗം ഒരു മീൻ വറ്റിച്ചതാക്കിയാലോ. ഒന്ന് ഞങ്ങൾക്ക് പുട്ടുണ്ടാക്കിയത് വയലൻസ് ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മീൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആദ്യം കുറച്ച് കടുകിടുക. വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിടുക, പിന്നെ കുറച്ച് ഉലുവ ഇടുക. അപ്പോൾ ഒന്നിങ്ങനെ പൊട്ടണ ഇതുവരില്ലേ, ആ പൊട്ടി കഴിയുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, സവാള ഇടുക. എന്നിട്ടൊന്ന് വഴറ്റാം. മഞ്ഞച്ചാറ് ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടാവില്ല. എനിക്കിഷ്ടമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നാളികേരത്തിൻ്റെ ഇത് മാറ്റം വന്നതോടുകൂടി ഇപ്പോൾ ഈ ഒരു കാര്യത്തിലൂടെ അങ്ങനെ അഡ്ജസ്റ്റഡ് ആയി. ഇപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ. ഒരു കുറച്ച് ചാറ് മതി. തക്കാളി ഇടണം കേട്ടോ. തക്കാളി ഇട്ട് നല്ലപോലെ വഴറ്റണം. അപ്പോഴാണ് തക്കാളി വന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. പിന്നെ നല്ല പുളി ഇഷ്ടമില്ലാത്തവർക്ക് എൻ്റെ പോലെ പുളി, എനിക്ക് നല്ല പുളി ഇഷ്ടമാണ്. എരിവും പുളിയൊപ്പം നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ്. ഇപ്പോൾ കുട്ടികളുടെ ഉള്ളതുകൊണ്ട് കുറേ എരിവിടാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് പിരിയൻ മുളകിൻ്റെ പൊടി ഇട്ടു. പിന്നത്തെ നമ്മുടെ കാശ്മീരി ചില്ലി ആഡ് ചെയ്തു ഞാൻ. അപ്പോൾ ഒരു കളർ കിട്ടുകയും ചെയ്യും. എന്നാൽ കുട്ടികൾക്ക് അത് ഇരിഞ്ഞിട്ട് അവർ കഴിക്കാൻ പറ്റാത്ത രീതി ആവില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളുടെ വീട്ടിലത്തെ എരിവിനനുസരിച്ച് ഇടാം കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണ്ട, മല്ലിപ്പൊടിയാണ് ഇടണത്. മല്ലിപ്പൊടി മാത്രം ഇട്ടാൽ മതി. അപ്പോൾ കളറിന് ഒട്ടും ഇത് വരില്ല. അതിട്ട് നല്ലപോലെ നമ്മളൊന്ന് വഴറ്റിയ മൂപ്പ് മണം ഇങ്ങനെ എന്താ പറയുക, മൂപ്പായി തീരില്ലേ, ആ സമയം കൊണ്ട് നമ്മൾ ഇവിടെ കുടംപുളി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടാവണം. മീൻ കഴുകി വാരി വെച്ചിട്ടുണ്ടാവണം. അപ്പോൾ അതൊക്കെ ഈ ടൈമിൽ തന്നെ ചെയ്യാം കേട്ടോ. പൊടി ഇങ്ങനെ അവിടെ ചെറുതാക്കി നല്ല സിമ്മിലിട്ട് മൂടി വെച്ചാലും മതി. മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, നന്നായിട്ട് ഇരുന്നിട്ടത് ഇതായി കിട്ടും, റോസ്റ്റായി കിട്ടും. നമുക്കിപ്പോൾ അത് ഇളക്കി നിൽക്കണം നിർബന്ധമൊന്നുമില്ല. ഞാനത് അടച്ചു വെച്ചിട്ടുള്ള സമയത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എങ്കിലേ നമുക്ക് വീട്ടിലത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് സെയിനിന് എടുത്ത് കൊണ്ടുവരേണ്ടതായിട്ട് വരും. അപ്പോൾ സെയിനിന് എടുത്ത് കൊണ്ടുവരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്താണ് ചെയ്യുക. അങ്ങനെ ചെയ്ത് ഇതിങ്ങനെ നല്ലപോലെ വഴറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിടണം കേട്ടോ. നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പിട്ടത് നല്ലപോലെ ആ വഴറ്റിയതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അങ്ങനെ വന്ന് അത് നല്ലപോലെ വഴണ്ടൊന്ന് കാണുമ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലാണ് നല്ലത്. പിന്നെ നല്ലപോലെ വഴറ്റി കഴിഞ്ഞതിന് ശേഷം വേണം കേട്ടോ നമ്മളതിലേക്ക് വെള്ളം ഒഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ കിച്ചണിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം എടുത്തിട്ടാണ് ഇതിലേക്ക് ഒഴിക്കണം. ചൂടുവെള്ളം ഒഴിച്ചാൽ അപ്പോൾ വേഗം തിളയ്ക്കുമല്ലോ. നമുക്ക് ടൈമില്ലാത്ത സമയത്ത് അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പച്ചവെള്ളം ഒഴിച്ചാലും പ്രശ്നമൊന്നുമില്ല. ചൂടുവെള്ളം ഒഴിച്ചാൽ കുറച്ചും കൂടി ആ കളർ ഒട്ടും മാറാണ്ടൊക്കെ ഇരിക്കും കേട്ടോ. കുടംപുളി ഇരുന്നാണ്ടിട്ട് ആരും പേടിക്കണ്ട കേട്ടോ. എനിക്ക് നല്ല പുളി വേണം. എനിക്ക് പുളി ഇല്ലാണ്ട് കറി കൂട്ടിയാൽ ഇഷ്ടമില്ല. അതുകൊണ്ടാണ്. പിന്നെ ആ ഒരു കുടംപുളിയുടെ ഒരു മണമൊക്കെ ഉണ്ടാവുന്നതാണ് എൻ്റെ കറികൾക്ക് എനിക്കിഷ്ടം. ഇനി അത് ഇഷ്ടമില്ലാത്തവർ അങ്ങനെ അധികം ഇടണ്ട. നിങ്ങളുടെ താല്പര്യം അനുസരിച്ച്. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് ആണല്ലോ, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. അപ്പോൾ അത് ഇന്ന ടേസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചെയ്ത് കണ്ട് തിളച്ചു തുടങ്ങി. ഇനി ജസ്റ്റ് അതവിടെ കിടന്ന് വറ്റട്ടെ. അതിനുള്ള സമയം കൊടുക്കണം. എന്നിട്ട് വേണം മീനിടാനായിട്ട്. എനിക്ക് വളരെ സ്പീഡ് വേണമായിരുന്നു. കാരണം സീൻമോൻ കറിയണേക്കാളും മുന്നേ വേണം ഫുഡ് റെഡിയാക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാണ്ട് നമുക്ക് കിടന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് പോയിട്ട് ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ സീൻ്റെയും വീട്ടിൽ പോയിരിക്കുക. അതുകൊണ്ട് ഒന്ന് ഫ്രീ ആണ് ഇപ്പോൾ 2 ദിവസം. അത് കഴിഞ്ഞ് അവർ വരും. കാരണം എനിക്ക് അവരില്ലാണ്ട് പറ്റൂല. അവരെ കാണാണ്ടിരുന്നാൽ എനിക്ക് ഒരു ഭയങ്കര മൂഡ് ഓഫാണ്. ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതേ മീൻ ഇടുകയാണ് കേട്ടോ. ഇങ്ങനെ മീൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അത് അവിടെ തിളയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വേണം ഇടാനായിട്ട്. അല്ലാണ്ട് തിളയ്ക്കുന്നതിനേക്കാളും മുൻപ് മീനിട്ട് വയ്ക്കരുത്, അത് മറക്കരുത്. അപ്പോൾ അങ്ങനെ നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ആ സമയം കൊണ്ട് മൂടി വയ്ക്കാം കേട്ടോ. മീൻ എനിക്ക് അധികമായ പോലെ തോന്നിയപ്പോൾ കുറച്ച് മീൻ എടുത്തിട്ട് ഞാൻ വറുക്കാനായിട്ട് മാറ്റി വെച്ചു. പിന്നെയുള്ളതാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ ഞാനിത് ചുരുക്കൊക്കെ ഒഴിച്ച് വെച്ചു, കഴുകാനായിട്ട് വെച്ചു. പക്ഷേ എനിക്ക് ഈ കളർ അങ്ങോട്ട് മാറി കിട്ടിയില്ല. എനിക്ക് ആ മീനിൻ്റെ കളർ അങ്ങോട്ട് മനസ്സിലൊരു അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി മീനായിരുന്നു. ഫ്ലഷൊക്കെ നല്ല സോഫ്റ്റായിട്ടിരുന്ന പോലെ തന്നെയായിട്ട് കിട്ടി. ഇതിങ്ങനെയാണ്. ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഏകദേശം തിളച്ച് ഒന്ന് വേവാൻ ഇങ്ങനെ കുറേ ടൈം ഇടരുത്. നമ്മളിപ്പോൾ ബീഫൊക്കെ ഇങ്ങനെ വേവിച്ച് വറ്റിച്ചെടുക്കണ പോലെ മീൻ കറി കുറേ നേരത്ത് തിളപ്പിച്ചെടുക്കരുത്. കാരണം ആ മീനിൻ്റെ ഒരു വേവുണ്ട്. ആ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു സമാധാനമായി നിന്നിട്ട് അത്ര പെട്ടെന്ന് തന്നെ വേവിക്കാൻ വളരെ കുറഞ്ഞ തീയിലിട്ടിട്ട് വേവിച്ച് കഴിഞ്ഞാൽ കറക്റ്റാണ്. കണ്ടോ, ഇത്രയും സോഫ്റ്റായിട്ട് അത് വരുന്നുണ്ടെങ്കിൽ അത് വെന്തു എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അങ്ങനെയൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത് കുക്കിങ്. അവിടെ നിന്ന് അത് മൂടി വെച്ച് വേവിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാനായിട്ട് പുട്ടെടുത്തു. പുട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പുട്ടുപൊടിയാണ്, ശ്രീനിലയുടെ പുട്ടുപൊടിയാണ്. നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ നല്ല സോഫ്റ്റാണ്. കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നാലും സ്റ്റീംഡ് പുട്ടുപൊടിയുടെ പ്രത്യേകതയാണ്. കല്ല് പോലെ ആവില്ല. അങ്ങനെ അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ കുറേ എനിക്ക് നല്ലപോലെ ചാറ് വേണം. എനിക്കും ജാനും കുറേ കറി വേണം. ഞങ്ങൾക്ക് ഇത് കുറച്ച് ചോറാണെങ്കിലും ഒരുപാട് കറി വേണം. അങ്ങനെയാണ് ഞങ്ങൾ കഴിക്കുക ഭക്ഷണം.
അതെടുത്തതിന് ശേഷം സെയിൻമോൻ കയ്യിലുണ്ട്, അതുകൊണ്ട് എനിക്ക് ശരിക്കും എടുത്ത് കഴിക്കാൻ പറ്റണില്ല. എന്നാലും ഒന്ന് ടേസ്റ്റ് നോക്കി, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം കേട്ടോ. അപ്പോൾ എന്നെ ഇത്ര ദിവസം സപ്പോർട്ട് ചെയ്തതിനും ഒരുപാട് പേര് നമ്മുടെ ഇതിൽ അക്കൗണ്ടിൽ സപ്പോർട്ടായി വരുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് തരുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട്. എൻ്റെ ചെറിയ ഒരു കാര്യമില്ലാത്തൊരു വീഡിയോ കണ്ടിട്ടും നിങ്ങൾക്ക് എന്നോട് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നതിന് തന്നെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ബിസിനസ് മറക്കരുത്, നമ്മൾ ഹെയർ ഡൈ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഹെയർ ഡൈ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അലർജി ഉള്ളവർ, അതുപോലെ തുടക്കമായിട്ട് നരച്ചവർ ഒന്നും ഡൈ യൂസ് ചെയ്യരുത്. നമ്മുടെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 100% ഓർഗാനിക്കാണ്, നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നീട് ഒരിക്കലും നമുക്കൊരു നര വരികയോ അല്ലെങ്കിൽ നമുക്ക് നര കൂടുകയോ ചെയ്യില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.